ഹലോ മക്കളെ, എല്ലാവർക്കും എഡ്യൂടിപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ചൈനീസ് സിവിലൈസേഷനെ കുറിച്ചിട്ടാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ചൈനീസ് സിവിലൈസേഷനെ കുറിച്ച് നോക്കാം. ചൈനീസ് സിവിലൈസേഷൻ ഒരു റിവർ വാലി സിവിലൈസേഷൻ ആണ്. ഹ്വാങ്ഹോ എന്ന റിവറിൻ്റെ തീരത്താണ് ചൈനീസ് സിവിലൈസേഷൻ ഉയർന്നു വന്നത്. ഹ്വാങ്ഹോ റിവറിന് യെല്ലോ റിവർ എന്നും വിളിപ്പേരുണ്ട്. ചൈനീസ് സിവിലൈസേഷനെ രണ്ട് കാലഘട്ടമായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ഏൻഷ്യൻ്റ് എറ, രണ്ട് ഇംപീരിയൽ എറ. ഏൻഷ്യൻ്റ് എറയിൽ 3 രാജവംശങ്ങളാണ് ചൈനയിൽ ഭരിച്ചിരുന്നത്. സിയ, ഷാങ്, ഷൗ മുതലായിട്ടുള്ള രാജവംശങ്ങളായിരുന്നു അക്കാലത്ത് നിലവിലുണ്ടായിരുന്നത്. ഈ 3 രാജവംശങ്ങൾക്ക് ശേഷം ചൈനയിൽ ഇംപീരിയൽ എറയായിരുന്നു സാമ്രാജ്യത്വത്തിൻ്റെ കാലഘട്ടം. ഈ കാലത്ത് 10ഓളം രാജവംശങ്ങൾ അവിടെ ഭരിച്ചിരുന്നു. അവയിൽ ചിലതാണ് ക്വിൻ ഡൈനാസ്റ്റി, ഹാൻ ഡൈനാസ്റ്റി, മിങ് ഡൈനാസ്റ്റി മുതലായവ. ചൈനീസ് സംസ്കാരത്തിൻ്റെ ഒരു പ്രധാന സവിശേഷതയായിരുന്നു അവരുടെ ലിപി. ചിത്രത്തിൽ കാണുന്നത് ചൈനീസ് ലിപിയാണ്. ചൈനീസ് സ്ക്രിപ്റ്റ് ആൽഫബറ്റിക് ആയിരുന്നില്ല, അതായത് അക്ഷരമാല ക്രമത്തിലല്ലായിരുന്നു അവർ എഴുതിയിരുന്നത്. ഇത് പിക്ചോറിയോഗ്രാഫിക് ആയിരുന്നു. പിക്ചോറിയോഗ്രാഫിക് എന്നാൽ അക്ഷരങ്ങൾക്ക് പകരം ഓരോ സാധനങ്ങളെയും പ്രതിനിധീകരിക്കുന്നത് അവയുടെ ചിത്രമായിരുന്നു. ചൈനീസ് സംസ്കാര കാലത്ത് നിരവധി മതങ്ങൾ ഉയർന്നു വന്നു. താവോയിസം, കൺഫ്യൂഷ്യനിസം, ബുദ്ധിസം മുതലായവ അവയിൽ ചിലതാണ്. താവോയിസം എന്ന മതത്തിൻ്റെ സ്ഥാപകൻ ലാവോസു ആണ്. താവോ എന്ന വാക്കിനർത്ഥം വഴി അല്ലെങ്കിൽ പാത എന്നാണ്. ചൈനീസ് സംസ്കാരത്തിൻ്റെ ഒരു പ്രധാന സംഭാവനയായിരുന്നു ബുദ്ധിസം. ഗൗതമ ബുദ്ധനാണ് ബുദ്ധിസത്തിൻ്റെ സ്ഥാപകൻ. 4 ഉദാത്തമായ സത്യങ്ങൾ തൻ്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ടാണ് ഗൗതമ ബുദ്ധൻ ശ്രമിച്ചത്. ഒന്നാമതായി അദ്ദേഹം പറയുന്നത് ജീവിതത്തിൽ ദുഃഖങ്ങൾ നിറഞ്ഞിട്ടുണ്ടാകും. 2, ഈ ദുഃഖമുണ്ടാകുന്നത് നമ്മുടെ ആഗ്രഹങ്ങളിൽ നിന്നാണ്. 3, ദുഃഖങ്ങൾ ഒഴിവാക്കാനുള്ള മാർഗം ആഗ്രഹങ്ങൾ ഒഴിവാക്കുക എന്നതാണ്. 4, ജീവിതത്തിൽ നിന്നും ആഗ്രഹങ്ങൾ ഇല്ലാതാക്കുവാൻ പിന്തുടരേണ്ടത് അഷ്ടാംഗ മാർഗങ്ങളെയാണ്. ശരിയായ കാഴ്ച, ശരിയായ ഉദ്ദേശങ്ങൾ, ശരിയായ പ്രസംഗം, ശരിയായ പ്രവൃത്തി, ശരിയായ ഉപജീവന മാർഗം, ശരിയായ ശ്രമം, ശരിയായ ഏകാഗ്രത, ശരിയായ മനസ്സ് എന്നിവയാണ് അഷ്ടാംഗ മാർഗങ്ങൾ. ഈ അഷ്ടാംഗ മാർഗങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചാൽ ദുഃഖങ്ങൾ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുമെന്ന് ബുദ്ധൻ പറയുന്നു. അടുത്ത മതം കൺഫ്യൂഷ്യനിസമാണ്. കൺഫ്യൂഷ്യസ് ആണ് കൺഫ്യൂഷ്യനിസം എന്ന മതം കൊണ്ടുവന്നത്. ലു എന്ന സ്റ്റേറ്റിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിലായിരുന്നു കൺഫ്യൂഷ്യസ് ജനിച്ചത്. നിയമങ്ങളെക്കുറിച്ചും ഗവൺമെൻറ്റിൻ്റെ ഭരണത്തെക്കുറിച്ചുമുള്ള നിരവധി തിയറീസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ചൈനീസ് സംസ്കാരത്തെക്കുറിച്ച് പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.